കോത്തഗിരി ഊട്ടിക്കടുത്തായിട്ട് എന്നാൽ ഊട്ടിയിലെ പോലെ വലിയ തിരക്കൊന്നുമില്ലാത്ത നീലഗിരിയുടെ ഭാഗമായിട്ടുള്ള അതിമനോഹരമായ ഒരു ഹിൽ സ്റ്റേഷൻ. നമ്മുടെ വാൽപ്പാറയൊക്കെ പോലെ ഒരുപാട് വൈൽഡ് ലൈഫ് പ്രസൻസ് ഉള്ള ഒരു സ്ഥലമാണ് ഈ കോത്തഗിരി. കോത്തഗിരിയിൽ നിന്ന് വീണ്ടും അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഹിൽ കോത്തഗിരി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതും താണ്ടി 27 കിലോമീറ്ററോളം കോത്തഗിരിയിൽ നിന്ന് വളരെ റിമോട്ടായിട്ടുള്ള സ്ഥലങ്ങളോട് സഞ്ചരിച്ചാൽ എത്തുന്ന ഒരു സ്ഥലമാണ് കൊക്കോട്. ഈ കൊക്കോട് എസ്റ്റേറ്റിന് നടുവിലായിട്ട് മലയാളികളുടെ ഓണർഷിപ്പിലുള്ള ഒരു ഫോറസ്റ്റ് സ്റ്റേ ഉണ്ട്, കൊക്കോട് റിസോർട്ട്. നമ്മുടെ ഇന്നത്തെ താമസം അവിടെയാണ്. ഈ സ്റ്റേയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രിയായി കഴിഞ്ഞാൽ ഇത് വന്യമൃഗങ്ങൾ അങ്ങ് ഏറ്റെടുക്കും. ആനയും കരടിയും കാട്ടുപോത്തും പുലിയൊക്കെ ആയിട്ട് ഒരുപാട് വന്യമൃഗങ്ങളുണ്ട് കേട്ടോ ഇതിന് ചുറ്റും. കോത്തഗിരിയിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള റൂട്ട് നിങ്ങൾക്ക് നല്ലൊരു സീനിക് ഡ്രൈവ് കിട്ടും. ഭാഗ്യമുണ്ടെങ്കിൽ ആനിമൽസിനെയൊക്കെ കാണാൻ പറ്റും വഴിയിൽ. പക്ഷെ അതോടൊപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് കയറ്റിറക്കങ്ങളും വളവുകളും അതുപോലെ കാടും ഒക്കെ നിറഞ്ഞ വളരെ വിജനമായിട്ടുള്ളൊരു റൂട്ടും കൂടിയാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ഇങ്ങോട്ടേക്ക് വരാൻ. പേടിയുള്ള ആൾക്കാർ ഇവിടെ വന്ന് താമസിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി പോകാൻ താല്പര്യപ്പെടുന്നവർ ഇതിൻ്റെ ഫുൾ വീഡിയോ തീർച്ചയായിട്ടും കാണാതെ പോകരുത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡോട്ട് ഗ്രീൻ.